6√5-ൻ്റെയും 2√5-ൻ്റെയും ഗുണനഫലം എന്താണെന്നാണ് ചോദ്യം. നമുക്ക് സിമ്പിളായിട്ട് ഗുണിച്ച് നോക്കാം. എന്താണ് ഈ 6√5 എന്ന് പറഞ്ഞാലെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്നുമില്ല, 6 ഗുണിക്കണം √5 ആണ്. ഈ 2√5 എന്ന് പറഞ്ഞാലോ 2 ഗുണിക്കണം √5 ആണ്. ആ കാര്യം ഒന്ന് ആദ്യം മനസ്സിലാക്കി വെച്ചാൽ ഇത് സിമ്പിളാണ്. ഈ രണ്ടാളുകൾ ഗുണിക്കാനല്ലേ പറഞ്ഞാൽ, നമുക്ക് ഈ രണ്ടാളുകൾ എന്ത് ചെയ്യാം, ഗുണിക്കാം. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഗുണിക്കാൻ അറിയാവുന്ന ആൾക്കാരാണ് 6-നെയും 2-നെയും. 6-നെയും 2-നെയും ഗുണിച്ചാൽ എത്രയാണ് കിട്ടുക? 12 കിട്ടുക. ഇനി ഇവിടെ ഉള്ളത് ഒരു √5 ഗുണിക്കണം √5 ആണ്. √5-നെ √5 കൊണ്ട് തന്നെ ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 5 ആയിരിക്കും. അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ശരിക്കും ഇവിടെ ചെയ്യുക എങ്ങനെയാണ്? √5 ഗുണം √5, രണ്ട് സ്ഥലങ്ങളിൽ റൂട്ട് വന്നുകൊണ്ട് ഒറ്റ റൂട്ട് ഇട്ടുകൊണ്ട് നമ്മൾ ഉള്ളിൽ 5 ഗുണം 5 എഴുതി വെക്കും. 5 ഗുണം 5 25 ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ കിട്ടുന്നത് എന്താണ്? √25 ആണ്. ഈ √25 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. ഇതുപോലെ ആര് വന്നാലും ഇപ്പോൾ √2 ഗുണം √2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? 2 ആയിരിക്കും. √7 ഗുണം √7 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? 7 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഇനി ചെയ്യേണ്ടത് ഈ ആളേ ഉള്ളൂ. 5 ഗുണം 12 എത്രയാണ്? 5 ഗുണം 12 എത്രയാണ്? 60 ആണ്. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇവിടെ 4√3-നെയും 3√3-നെയും ഗുണിക്കുക, ഗുണനഫലം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്.